18ാമത്തെ ക്വസ്റ്റ്യനാണ് ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് ആർ എനർജി സിഗ്നൽസ്, പവർ സിഗ്നൽസ്, നൈദർ എനർജി നോർ പവർ സിഗ്നൽസ്. രണ്ട് സിഗ്നൽസ് തന്നിട്ടുണ്ട്, x1 ഓഫ് ടിയും x2 ഓഫ് എനും. രണ്ട് ക്വസ്റ്റ്യനാണത്. അതിൽ എനർജി സിഗ്നൽ ഏത്, പവർ സിഗ്നൽ ഏത്, അല്ലെങ്കിൽ നൈദർ എനർജി നോർ പവർ സിഗ്നൽ ഏതാണെന്ന് രണ്ടുമല്ലാത്ത സിഗ്നൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. x1 ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു -3t u ഓഫ് ടി. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ്. കണ്ടിന്യൂസ് സിഗ്നലാണ് അത്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ ഒരു കാര്യം കൂടെ അറിയാൻ പറ്റും, എനർജി ആണോ പവർ ആണോ എന്നുള്ളത്. എനർജി സിഗ്നലാണത്. കാരണം ഇത് എക്സ്പൊണൻഷ്യൽ സിഗ്നലാണ്, എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ. ഒരു എക്സ്പൊണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുമ്പം അതൊരു നോൺ പീരിയോഡിക് സിഗ്നലാണ്. അപ്പോൾ എന്തായാലും അതെന്താണ്, എനർജി സിഗ്നലാണ്. അപ്പോൾ x1 ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു -3t u ഓഫ് ടി. ഇനി നമുക്കതിൻ്റെ എനർജി ഒന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എനർജി സിഗ്നൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എനർജി സിഗ്നലിന് വേണ്ടിയുള്ള ഇക്വേഷനാണ് E ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ mod x ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. എക്സ് ഓഫ് ടിയുടെ ഇക്വേഷനാണ് ഇ റേസ് ടു -3t u ഓഫ് ടി. അപ്പം u ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. അപ്പം ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് നമ്മൾ മാറ്റി 0 ടു ഇൻഫിനിറ്റി ആക്കും. കാരണം u ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ എവിടെ നിന്നോട്ടേ ഉള്ളൂ, 0 തൊട്ടിട്ടേ u ഓഫ് ടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -3t ഹോൾ സ്ക്വയർ ഡി ടി എന്ന് എഴുതി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇ റേസ് ടു -3t ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം എന്താണത്, ഇ റേസ് ടു -60 ആണ്. ഇ റേസ് ടു -60നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു -60 ബൈ -6, ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. സോ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1/6 എന്ന് കിട്ടും. അപ്പം ഈ ഒരു സിഗ്നൽ എനർജി സിഗ്നലാണ്. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 1/6 ആണ്, ഒരു ഫിനൈറ്റ് വാല്യൂ ആണ്. അപ്പം എനർജി സിഗ്നലാണോ അല്ലെങ്കിൽ പവർ സിഗ്നലാണോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി സിഗ്നലാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് x2 ഓഫ് n ഈക്വൽ ടു 1/2 റേസ് ടു n u ഓഫ് n. എഗെയിൻ ഒരു എക്സ്പൊണൻഷ്യൽ സിഗ്നൽ തന്നെയാണ്. സോ അത് എനർജി സിഗ്നലാണ്, കാരണം ഇതൊരു നോൺ പീരിയോഡിക് സിഗ്നലാണ്. ദെൻ പക്ഷേ ഇതൊരു ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈക്വൽ ടു സമ്മേഷൻ -∞ mod x ഓഫ് n ഹോൾ സ്ക്വയർ. എക്സ് ഓഫ് n തന്നിട്ടുണ്ട് 1/2 റേസ് ടു n. ഇവിടെയും u ഓഫ് n വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ u ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നോട്ടേ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ, 0 തൊട്ടിട്ടാണ് വാല്യൂ ഉണ്ടാവുക. സോ സമ്മേഷൻ n0 ടു ഇൻഫിനിറ്റി 1/2 റേസ് ടു n ഹോൾ സ്ക്വയർ. ഇവിടെ 1/2 റേസ് ടു n ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണത്, 1/4 റേസ് ടു n ആണ്. ദെൻ നമ്മൾ ആ സമ്മേഷൻ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓരോ വാല്യൂസും കൊടുക്കുക. 1/4 റേസ് ടു n, എന്നിൻ്റെ വാല്യൂസ് 0, 1, 2 അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1/4 റേസ് ടു 0 പ്ലസ് 1/4 റേസ് ടു 1 പ്ലസ് 1/4 റേസ് ടു 2 പ്ലസ് എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1/4 റേസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 ആണ്. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഓക്കെ, അത് തന്നെ ഇവിടെ എടുക്കുന്നത് 1/4 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 1/4 പ്ലസ് 1/4 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇത് നമ്മൾ എന്ത് ചെയ്യും, ജോമെട്രിക് സീരീസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെ എ ആക്കിയിട്ട് എടുക്കാം. ഇത് AR സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ എ പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര. അത് നമുക്ക് എങ്ങനെ എഴുതാം, സീരീസിൻ്റെ ഇക്വേഷൻ A മൈനസ് R. നോക്കിയേ, എ എന്താണ്, 1 മൈനസ് R എന്താ വരിക, 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 4/3. സോ എനർജി ഓഫ് ദ x2 ഓഫ് n എന്ന് പറയുന്നത് 4/3 ആണ്, ഒരു ഫിനൈറ്റ് വാല്യൂ ആണ്. സോ ദ ഗിവൺ സിഗ്നൽ ഈസ് ആൻ എനർജി സിഗ്നൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് ആർ കോസൽ. രണ്ട് സിഗ്നൽ തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് കോസൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കോസൽ എന്ന് നോക്കാം. കോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ബട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫ്യൂച്ചർ വാല്യൂസ്. ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, നോൺ കോസൽ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇ റേസ് ടു -2t u ഓഫ് ടി -2. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കോസലാണോ നോൺ കോസലാണോ എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, u ഓഫ് ടി -2.
ടിക്ക് നമ്മൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും യു ഓഫ് ടി മൈനസ് ടു ആണ് അവിടെ വരുന്നത്. അപ്പോൾ പാസ്റ്റ് വാല്യൂസിനാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, യു ഓഫ് എൻ പ്ലസ് ത്രീ മൈനസ് യു ഓഫ് എൻ മൈനസ് ടു. ഇവിടെ യു ഓഫ് എൻ പ്ലസ് ത്രീ എന്ന് പറയുന്നത് അത് ഫ്യൂച്ചർ വാല്യൂസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ കോസലും സെക്കൻഡ് വൺ നോൺ കോസലുമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. പക്ഷേ നമുക്കതിന് സ്റ്റെപ്സ് വേണം. കാരണം 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 18 തൊട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഇ റേസ് ടു മൈനസ് ടു ടി യു ഓഫ് ടി മൈനസ് ടു. വൈ ഓഫ് ടി എന്താണ്? ഇ റേസ് ടു മൈനസ് ടു ടി യു ഓഫ് ടി മൈനസ് ടു. നമുക്ക് ടിക്ക് 0 വാല്യൂ കൊടുക്കുക. അപ്പോൾ വൈ ഓഫ് 0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 0 യു ഓഫ് മൈനസ് ടു ഈക്വൽ ടു യു ഓഫ് മൈനസ് ടു കിട്ടും. യു ഓഫ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് വാല്യൂവിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ടി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ബൈ ഇ സ്ക്വയർ യു ഓഫ് മൈനസ് 1. എഗെയിൻ ഡിപ്പെൻഡ് ഓൺ പാസ്റ്റ് വാല്യൂ യു ഓഫ് മൈനസ് 1. ടി ഈക്വൽ ടു 2 ആകുമ്പോഴും പാസ്റ്റ് വാല്യൂ യു ഓഫ് 0നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടി ഈക്വൽ ടു 3 ആവുന്ന സമയത്ത് പാസ്റ്റ് വാല്യൂ യു ഓഫ് 1നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ ഗിവൺ സിഗ്നൽ ഈസ് എ കോസൽ സിഗ്നൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് യു ഓഫ് എൻ പ്ലസ് 3 മൈനസ് യു ഓഫ് എൻ മൈനസ് 2. ഇതൊരു ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. അത് കോസലാണോ നോൺ കോസലാണോ നോക്കുകയാണ് വേണ്ടത്. n 0 ആവുന്ന സമയത്ത് വൈ ഓഫ് 0 ഈക്വൽ ടു യു ഓഫ് 3 മൈനസ് യു ഓഫ് മൈനസ് 2. നോക്കിയേ, ഇവിടെ യു ഓഫ് 3 എന്ന് പറയുന്നത് n 0 ആവുന്ന സമയത്ത് യു ഓഫ് 3 എന്ന് പറയുന്നതാണ് ഒരു ഫ്യൂച്ചർ വാല്യൂ ആണ്. യു ഓഫ് മൈനസ് 2 എന്ന് പറയുന്നത് പാസ്റ്റ് വാല്യൂ ആണ്. പക്ഷേ n 0 ആവുന്ന സമയത്ത് അത് പാസ്റ്റ് വാല്യൂനെയും ഫ്യൂച്ചർ വാല്യൂനെയും ഡിപ്പെൻഡ് ചെയ്തു. ഫ്യൂച്ചർ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിതിന് എന്ത് പറയാം? നോൺ കോസലാണെന്ന് പറയാം. എങ്കിലും നമുക്ക് ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. n ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് വൈ ഓഫ് 1 ഈക്വൽ ടു യു ഓഫ് 4 മൈനസ് യു ഓഫ് മൈനസ് 1. ഇവിടെയും n 1 ആവുന്ന സമയത്ത് യു ഓഫ് മൈനസ് 1 എന്ന് പറയുന്ന പാസ്റ്റ് വാല്യൂനെയും യു ഓഫ് 4 എന്ന് പറയുന്ന ഫ്യൂച്ചർ വാല്യൂനെയും അത് ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്ത് പറയാം? ഫ്യൂച്ചർ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിത് നോൺ കോസലാന്ന് പറയാം. സെക്കൻഡ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ ഇഫ് ദേ എക്സിസ്റ്റ് ഓഫ് ദ സിഗ്നൽ വിത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട്. Z ട്രാൻസ്ഫോം ചോദിക്കാം. ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് തന്നിട്ടുള്ളത്. അപ്പം എക്സ് ഓഫ് എസ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള എക്സ് ഓഫ് എസ് എന്ന് പറയുന്ന വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വൺ ആണ് എസ് പ്ലസ് 5 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 7 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. അപ്പം അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ ആണ്. അപ്പം ഇനീഷ്യൽ വാല്യൂ തിയറം പ്രകാരമാണ് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് 0 ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻ ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ് ഓഫ് എസ് എന്ന് പറയുന്ന ടേമിലാണ്. സോ നമുക്കതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്നും കാണണ്ട, ഡയറക്റ്റ് ഇതിലങ്ങ് കൊടുത്താൽ മതി. ലിമിറ്റ് എസ് ടെൻ ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ വാല്യൂ കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾക്ക് എക്സ് ഓഫ് ടി സിഗ്നൽ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. അല്ലെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 പ്ലസിലിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. സോ ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. ദെൻ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇൻഫിനിറ്റി ആണ്. അത് കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻ ടു 0 എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. ദെൻ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എസ് പ്ലസ് 5 ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. അതിൽ നമ്മൾ എക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞു. ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ലിമിറ്റ് എസ് ടെൻ ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഈ സ്റ്റെപ്പിലെത്തി, ഇവിടെ എത്തി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് പുറത്തേക്ക് എടുക്കുക? ഈ എസ് പുറത്തേക്ക് എടുക്കുക ന്യൂമറേറ്ററിന്. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എസ് ടെൻ ടു ഇൻഫിനിറ്റി എസ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 5 ബൈ എസ്. ഡിനോമിനേറ്ററിൽ നിന്നും എസ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 പ്ലസ് 3 ബൈ എസ് പ്ലസ് 2 ബൈ എസ് സ്ക്വയർ കിട്ടി. ദെൻ നമ്മൾ ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് 5 ബൈ ഇൻഫിനിറ്റി രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു. എസ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1 പ്ലസ് 5 ബൈ ഇൻഫിനിറ്റി 1 പ്ലസ് 3 ബൈ ഇൻഫിനിറ്റി പ്ലസ് 2 ബൈ ഇൻഫിനിറ്റി. അപ്പം നമുക്കറിയാവുന്നതാണ് 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഈ ടേം 0 ആയി, ഈ ടേമും 0 ആയി, ഈ ടേമും 0 ആയി. നമുക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 1. ഇനീഷ്യൽ വാല്യൂ 1 എന്ന് കിട്ടും. ദെൻ ഫൈനൽ വാല്യൂ എക്സ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻ ടു 0 എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ആണ്. എക്സ് ഓഫ് എസ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അതിന് എസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 5s ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. എസിന് 0 കൊടുക്കാം. അപ്പോൾ എന്താവും? ഇതെല്ലാം 0 ആവും. എല്ലാ ടേമും 0 ആവും. താഴെ
2 ഉണ്ടാകും. 0/2 എന്താണ് 0. സോ ഫൈനൽ വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനീഷ്യൽ വാല്യൂ 1 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് ഓഫ് എസ് തന്നിട്ടുണ്ട്. ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻ ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. ലിമിറ്റ് എസ് ടെൻ ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് വാല്യൂ കൊടുക്കാം. നമ്മൾ നേരത്തെയും ചെയ്ത് എന്തായിരുന്നു, എസ് ന്യൂമറേറ്ററിന് എസ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ന്യൂമറേറ്ററിന് എസ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ഡിനോമിനേറ്ററിന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ദെൻ ക്യാൻസൽ ചെയ്തു. സോ 1/s എസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, ഇൻഫിനിറ്റി എന്ന് ആൻസർ കിട്ടും. ദെൻ അതിൻ്റെ ഫൈനൽ വാല്യൂ എക്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റ് എസ് ടെൻ ടു 0 എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. നമ്മൾ ചെയ്യുന്ന എന്താണ്, എസ്സിലേക്ക് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 കൊടുക്കുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, 0 ഇൻറ്റു 7/2 ആണ് കിട്ടുക. 0 ഇൻറ്റു 7/2 എന്ന് പറഞ്ഞാൽ 0. സോ ഫൈനൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പം കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവല്യൂഷൻ ചെയ്ത സിഗ്നൽസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇവിടെ തന്നിട്ടുണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. അപ്പം ടൈം ഡൊമൈനിൽ നമ്മൾ കൺവല്യൂഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വലാണ്, മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് n x1 ഓഫ് ഇ റേസ് ടു ഒമേഗ എന്നും ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x2 ഓഫ് n x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറഞ്ഞു. ഇനി x1 ഓഫ് n x2 ഓഫ് n കൂടെ കൺവല്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോമിൽ മൾട്ടിപ്ലിക്കേഷന് ഈക്വലാണ്. x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ x1 ഓഫ് എൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമും, x2 ഓഫ് ഇ റേസ് ജെ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2 ഓഫ് എൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമാണ്. x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സമേഷൻ മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് n ഇൻറ്റു x2 ഓഫ് n മൈനസ് 1. ഇത് കൺവല്യൂഷൻ്റെ ഇക്വേഷനാണ്. കൺവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദി കൺവല്യൂഷൻ ഓഫ് x1 ഓഫ് n ആൻഡ് x2 ഓഫ് n ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് x1 ഓഫ് ഇ റേസ് ടു ഒമേഗ ആൻഡ് x2 ഓഫ് ഇ റേസ് ടു ഒമേഗ. ഇതേ സ്റ്റെപ്പിനെ തന്നെ നമ്മളൊന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതിയേ ഉള്ളൂ ഇത്. Then means convolution of two signals in time domain is equal to multiplying their spectra in frequency domain. അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. x1 ഓഫ് ഇ റേസ് ടു ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് n ആണ്. നമുക്കറിയാം ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n. അതേപോലെ നമ്മൾ x2 ഓഫ് ഇ റേസ് ജെ ഒമേഗയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എഴുതി. നമുക്ക് കണ്ട എന്താണ്, കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n ഈക്വൽ ടു സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n. ഇവിടെയും നമ്മളത് കൊടുത്തു. ഇൻറ്റു DFT എടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത്. സോ സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു കൺവല്യൂഷൻ്റെ, x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n ഈക്വൽ ടു സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് m ഇൻറ്റു x2 ഓഫ് n മൈനസ് 1. അതിവിടെ കൊടുത്തു. ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n. ഇവിടെ x1 ഓഫ് എൻ്റെ കൺവല്യൂഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി സമേഷൻ m മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് m x2 ഓഫ് n മൈനസ് 1 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n. ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എമ്മും ഇ റേസ് ടു ജെ ഒമേഗ എമ്മുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നോക്കി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എം ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എം എന്താണ്, 1 ആണ്. ദെൻ റീഅറേഞ്ച് ചെയ്യുക. സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി അതിൽ നിന്ന് x1 ഓഫ് m എടുത്തു, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എം എടുത്തു. ദെൻ സമേഷൻ n മൈനസ് ഇൻഫിനിറ്റി x2 ഓഫ് n മൈനസ് m എടുത്തു, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു n മൈനസ് എം. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു n മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എം ആണ്. ഇനി നമ്മളിതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലെറ്റ് n മൈനസ് എം ഈക്വൽ ടു പി. അതിൽ എന്നിന് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ പി എന്തായിരിക്കും, മൈനസ് ഇൻഫിനിറ്റി. n പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ പി എന്തായിരിക്കും, പ്ലസ് ഇൻഫിനിറ്റി. ലിമിറ്റ് നമ്മൾ കൊടുത്തു. ദെൻ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ സമേഷൻ m മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് m ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എമ്മും സമേഷൻ n പി മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ എന്നിന് പകരം എന്ത് വരും, പി ആവും. n മൈനസ് എം എന്തായി, പി ആയി.
അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ടേമിൽ എമ്മിനെ എൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് ടേമിൽ പിയും എൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് സമ്മേഷൻ എൻ മൈനസ് ഇൻഫിനിറ്റി x1 ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇതിൽ എം എൻ ആക്കി, ഇതിൽ പി എൻ ആക്കി കഴിഞ്ഞാൽ ഈ ടേമും കിട്ടും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, x1 ഓഫ് ഇ റേസ് ടു ഒമേഗയും ഇതെന്ന് പറഞ്ഞാൽ x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഹെൻസ് പ്രൂവ് ദ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. Then next one ആണ് determine whether each of the system with impulse response or output listed is stable ആണോ അൺസ്റ്റേബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യും നോക്കാം. അപ്പോൾ നോക്കിയേ, ഒരു LTI സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, അതിലേക്ക് ഒരു ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിളാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇമ്പൾസ് റെസ്പോൺസ്, ആ സിസ്റ്റത്തിലെ ഉള്ള ഇമ്പൾസ് റെസ്പോൺസ് ആബ്സൊല്യൂട്ട്ലി സമ്മബിൾ ആണോ നോക്കും. ഇപ്പോൾ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പം സമ്മേഷൻ ഇൻ മൈനസ് ഇൻഫിനിറ്റി മോഡ് എച്ച് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കണം. അപ്പോഴാണ് ഒരു പെർട്ടിക്കുലർ വാല്യൂ, അത് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആബ്സൊല്യൂട്ട്ലി സമ്മബിൾ ആവുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുക, ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം എച്ച് ഓഫ് എൻ ഈക്വൽ ടു കോസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലും സെക്കൻഡ് വൺ എച്ച് ഓഫ് എൻ ഈക്വൽ ടു 4n u of 2 മൈനസ് എൻ എന്ന് പറയുന്ന ഈ രണ്ട് സിഗ്നലാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എക്സ് ഓഫ് എൻ എന്ന് പറയുന്നുണ്ട്, ഒരു കോസ് എക്സ് ഓഫ് എൻ, ഒരു ട്രിഗ്നോമെട്രിക് വാല്യൂ ആണത്. അപ്പോൾ നമുക്കറിയാം ഒരു കോസിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പം -1 തൊട്ടിട്ട് +1 വരെയാണ് കോസിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ അകത്ത് അത് ബൗണ്ടഡ് ആണ്. സോ നമുക്ക് സ്റ്റേബിൾ ആണെന്ന് ആ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ വാല്യൂ കണ്ട സ്പോട്ടിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് സ്റ്റെപ്പ് വേണം, കാരണം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിതെങ്ങനെ ചെയ്യാം, ദ ഗിവൺ സിസ്റ്റം ഈസ് എ നോൺ ലീനിയർ സിസ്റ്റം. ആൻഡ് സോ നോൺ ലീനിയറിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നോൺ ലീനിയർ സിസ്റ്റം ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പം എപ്പോഴും സ്പെസിഫിക് ഇൻപുട്സിൽ മാത്രമേ നോൺ ലീനിയർ സിസ്റ്റം ആണെങ്കിൽ പോസിബിൾ ആവുള്ളൂ. കോസ് തീറ്റയുടെ വാല്യൂ -1 തൊട്ട് 1 വരെയാണ് റേഞ്ച് വരുന്നത്. അപ്പം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച്. സോ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു 4n u of 2 മൈനസ് എൻ. അപ്പം കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ആണ് സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി മോഡ് എച്ച് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി. u of 2 മൈനസ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 ആണ്. 4 മൈനസ് ഇൻഫിനിറ്റി ടു -2. അപ്പോൾ നമുക്ക് നോക്കുക, u of 2 മൈനസ് എൻ, അതിൻ്റെ u of 2 മൈനസ് എൻ എന്ന് പറഞ്ഞാൽ u of n-നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ u of മൈനസ് n കിട്ടി. ദെൻ അതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, -2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നലാണ് u of 2 മൈനസ് എൻ. സോ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ തൊട്ട് -2 വരെയാണ്. സോ നമുക്ക് അതിൻ്റെ ലിമിറ്റ് എന്ത് കൊടുക്കാം, സമ്മേഷൻ n -∞ ടു -2, എച്ച് ഓഫ് n 4n. u of 2 മൈനസ് എൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. 4 -∞ ടു -2 വരെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4n, n-ന് -∞ അപ് ടു അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4 -∞ പ്ലസ് എക്സെട്ര അപ് ടു 4 -3 പ്ലസ് 4 -2 അങ്ങനെ നമ്മൾ വാല്യൂസ് വന്നു. ദെൻ നമ്മൾ എഗെയിൻ ജോമെട്രിക് സീരീസ് അപ്ലൈ ചെയ്യാം. 1/4 പ്ലസ് അങ്ങനെ അതിനൊന്ന് റീഅറേഞ്ച് എഴുതി. ദെൻ 1/∞ പ്ലസ് എക്സെട്ര അപ് ടു 0.0156 ആണ് 1/4³ പ്ലസ് 1/4² എന്ന് പറഞ്ഞാൽ 0.0625 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ആ സീരീസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ, അല്ലാതെ തന്നെ കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് നമുക്ക് കിട്ടുക. ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. സോ നമുക്ക് സീരീസ് അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. അപ്പം ഒരു സമ്മേഷൻ n -∞ മോഡ് എച്ച് ഓഫ് n എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട്. സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. 23rd ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ കൺവല്യൂഷൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് സീക്വൻസസ്. 2 സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കൺവല്യൂഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എക്സ് ഓഫ് n ഈക്വൽ ടു 3 del of n plus 1 minus 2 del of n plus del of n minus 1 plus 4 del of n minus 2 ഇൻപുട്ട് സിഗ്നലാണ്. അതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി.
അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. 3 del of n minus of minus 1 minus 2 del of n minus 0 plus del of n minus 1 plus 4 del of n minus 2. അപ്പോൾ ഇത് ഏതിലൊക്കെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്? ഇത് -1ലാണ് പൊസിഷൻ, ഇത് 0ലാണ് പൊസിഷൻ, ഇത് 1ലാണ് പൊസിഷൻ, ഇത് 2ലാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. സോ നമുക്കിതിൻ്റെ ഒറിജിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊസിഷൻ നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? -2ലാണ് സ്റ്റാർട്ടിങ്. 0ൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -2, -1ൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3, +1 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1, +2ൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 4. ഇതേപോലെ നമുക്ക് h ഓഫ് n എന്ന് പറയുന്ന സിഗ്നൽ നോക്കാം. -1 എന്ന് പറയുന്ന പൊസിഷനിലാണ്, +1 എന്ന് പറയുന്ന പൊസിഷനിൽ, +2 എന്ന് പറയുന്ന പൊസിഷൻ, +2 എന്ന് പറയുന്ന പൊസിഷൻ. 0ൽ എന്താണ് വാല്യൂ? 0 ആണ്. സോ ഇവിടെ എന്ത് ചെയ്തു? 0ലെ വാല്യൂ 0 എന്ന് എടുത്തു. ദെൻ 2, 5, 3. ദെൻ നമുക്കിതിനെ കൺവല്യൂഷൻ നടത്തണം. അപ്പോൾ കൺവല്യൂഷൻ നടത്താൻ വേണ്ടി ടാബുലർ അറേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തത്. എക്സ് ഓഫ് എന്നെ മുകളിൽ എഴുതി, ദെൻ h ഓഫ് എന്നെ താഴേക്കും എഴുതി. ദെൻ നമ്മുടെ ടാബുലർ അറേ മെത്തേഡ് യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 3 എന്ന് പറയുമ്പോൾ 0, 0 × -2 0, ദെൻ ഇവിടെ 0, 0, 2 × 3 6, 2 × -2 4, 2 × 1 2, 2 × 4 8, 5 × 3 15, 5 × -2 -10, 5 × 1 5, 5 × 4 20, 3 × 3 9, 3 × -2 -6, 3 × 1 3, 3 × 4 12. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാം. 0 ഫസ്റ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു, വാല്യൂ 0 കിട്ടി. 6 + 0 6, 15 + -4 + 0 11, then 9 -10 + 2, അവിടെ നമുക്ക് 1 കിട്ടി. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? അതിൻ്റെ ഒറിജിൻ എവിടെയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒറിജിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഇൻപുട്ട് സിഗ്നൽസ് ആണ്. എക്സ് ഓഫ് എന്നും h ഓഫ് എന്നും നോക്കാം. എക്സ് ഓഫ് എന്നിൻ്റെ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇവിടെ എക്സ് ഓഫ് എൻ്റെ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര വാല്യൂ ഉണ്ട്? 1. ഇവിടെ ഇതല്ലായിരുന്നു ഒറിജിൻ, അപ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര വാല്യൂ ഉണ്ട്? 0. സോ നോക്കിയേ, 1 + 0 = 1 വരുന്നു. ഇനി അതേപോലെ റൈറ്റ് സൈഡ് നോക്കുക. എക്സ് ഓഫ് എൻ്റെ -2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്ര വാല്യൂ വരുന്നുണ്ട്? 2. ഇവിടെ 0 എന്ന് റൈറ്റ് സൈഡിലേക്ക് h ഓഫ് എന്നിൽ എത്ര വാല്യൂ വരുന്നുണ്ട്? 3. സോ നമുക്ക് എത്ര കിട്ടും? 2 + 3 = 5. ഇനി നോക്കിയേ, റൈറ്റ് സൈഡിലേക്ക് 5 വാല്യൂസും വരണം, ലെഫ്റ്റ് സൈഡിലേക്ക് 1 വരണം. അപ്പം റൈറ്റ് സൈഡിലേക്ക് 5 വരണം, ലെഫ്റ്റ് സൈഡിലേക്ക് 1 വരണം. സോ നമ്മുടെ ഒറിജിൻ എവിടെ ആയിരിക്കും? 6ലായിരിക്കും. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് ഔട്ട്പുട്ട് y ഓഫ് n, ഔട്ട്പുട്ട് സീക്വൻസ് y ഓഫ് n കിട്ടി. നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ ആണ്. LTI സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y ഓഫ് n -9/4 y ഓഫ് n -1 + 1/2 y ഓഫ് n -2 = x ഓഫ് n -3 x ഓഫ് n -1. സ്പെസിഫൈ ദ ROC ഓഫ് ദി h ഓഫ് z ആൻഡ് ഡിറ്റർമൈൻ h ഓഫ് n. അപ്പം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ h ഓഫ് z കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ROC കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഡിറ്റർമൈൻ h ഓഫ് n, ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ അങ്ങ് എടുത്തെഴുതി. നമ്മുടെ LTI സിസ്റ്റം തന്നിട്ടുള്ളത് y ഓഫ് n -9/4 y ഓഫ് n -1 + 1/2 y ഓഫ് n -2 = x ഓഫ് n -3 x ഓഫ് n -1 എന്ന് എഴുതി. എന്ത് ചെയ്യണം? Z ട്രാൻസ്ഫോം എടുക്കണം. റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റീജിയൻ ഓഫ് കൺവേർജൻസ് നമ്മൾ Z ട്രാൻസ്ഫോമിൽ പഠിച്ചു. അപ്പം y ഓഫ് z -9/4 z ഇൻവേഴ്സ് y ഓഫ് z + 1/2 y ഓഫ് n -2ൻ്റെ Z ട്രാൻസ്ഫോം ആണ് z⁻² y ഓഫ് z = x ഓഫ് z -3z⁻1 x ഓഫ് z. ഇനി എന്ത് ചെയ്യണം? y ഓഫ് zനെയും x ഓഫ് zനെയും ഗ്രൂപ്പ് ചെയ്യുക. y ഓഫ് zും x ഓഫ് zും ഗ്രൂപ്പ് ചെയ്തു. നമുക്ക് h ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പെസിഫൈ ദി ROC ഓഫ് ദി h ഓഫ് z ആണ്. ROC കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം h ഓഫ് z കണ്ടുപിടിക്കണം. h ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് z / x ഓഫ് z ആണ്. അപ്പോൾ ഇതിന് ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 - 3z ഇൻവേഴ്സ് / 1 - 9/4 z ഇൻവേഴ്സ് + 1/2 z⁻² എന്ന് കിട്ടും. ഇനി h ഓഫ് z നമുക്ക് കിട്ടി. ആ h ഓഫ് zനെ ഈ 3/z അല്ലേ, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? z² - 3z / z² - 9/4z + 1/2 എന്ന് എഴുതാം. ഇതിൽ ന്യൂമറേറ്ററിൽ z²നെ z × z - 3 എന്ന് എഴുതി. ദെൻ ആ z-നെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ h ഓഫ് z / z = z - 3 / z² - 9/4z + 1/2 എന്ന് എഴുതി. ഇനി ഈ ഡിനോമിനേറ്റർ ടേമിനെ ഫാക്ടേഴ്സ് ആക്കി.
ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതി. നമുക്ക് റീജിയൻ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കണം, ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിനെ ഫാക്ടേഴ്സ് ആക്കി. ഫാക്ടേഴ്സ് ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? z-2ഉം z-1/4 ആയിട്ട് എഴുതാം. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മളതിനെ a/z-2 പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാണ്. പ്ലസ് b/z-1/4. എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. z-ന് 1/4 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ വാല്യൂ 11/7 കിട്ടും. z2 കൊടുക്കുന്ന സമയത്ത് എയുടെ വാല്യൂ -4/7 കിട്ടും. അപ്പം എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ടേംസ് നമുക്ക് കിട്ടി. h/z/z ഈക്വൽ ടു -4/7 ഡിവൈഡ് ബൈ z-2ഉം 11/z ഡിവൈഡ് ബൈ z-1/4. ഫസ്റ്റ് വണ്ണിന് h1 ഓഫ് z എന്ന് വിളിച്ചു, സെക്കൻഡ് ടേമിന് h2 ഓഫ് z എന്ന് വിളിച്ചു. ഇതിൽ ഫസ്റ്റ് ടേമിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mod z ഗ്രേറ്റർ ദാൻ 2 ആണ്. സെക്കൻഡ് ടേമിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ mod z ഗ്രേറ്റർ ദാൻ 1/4 ആണ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? mod z ഗ്രേറ്റർ ദാൻ 2 ആവുന്ന സമയത്താണ് ഇൻ്റർസെക്ഷൻ നടക്കുന്നത്. സോ അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് നമുക്ക് എന്തെടുക്കാം? mod of z ഗ്രേറ്റർ ദാൻ 2 എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? h/z കിട്ടി, റീജിയൻ ഓഫ് കൺവേർജൻസ് കിട്ടി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് h(n) കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? h(n) കണ്ടുപിടിക്കണമെങ്കിൽ h(z)ൻ്റെ ആണ് ഇൻവേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം h(z) ഈക്വൽ ടു -4/7. ഡിനോമിനേറ്ററിലെ z എങ്ങോട്ട് കൊണ്ടുവന്നു? ന്യൂമറേറ്ററിൽ. ഇവിടെ ഉണ്ടായിരുന്ന z ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. സോ രണ്ട് ടേമിലേക്കും വന്നു. ദെൻ h(n) നമുക്ക് അടുത്ത് കിട്ടേണ്ടത് എന്താണ്? h(n) ഈക്വൽ ടു ഇൻവേഴ്സ് z ട്രാൻസ്ഫോം ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്തിരിക്കുന്ന ഇൻവേഴ്സ് z ട്രാൻസ്ഫോം ആണ്. -4/7 ഇൻറ്റു z/z-2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് z ട്രാൻസ്ഫോം ഓഫ് a റേസ് ടു n u ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z/z-a ആണ്. സോ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം ഓഫ് z/z-a എന്തായിരിക്കും? അപ്പോൾ a റേസ് ടു n u ഓഫ് n. അതിവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -4/7 2 റേസ് ടു n u ഓഫ് n പ്ലസ് 11/7 1/4 റേസ് ടു n u ഓഫ് n എന്ന് കിട്ടും. അതിന് യു ഓഫ് n രണ്ട് ടേമിലും തരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതി. നമ്മുടെ ആൻസർ -4/7 2 റേസ് ടു n പ്ലസ് 11/7 1/4 റേസ് ടു n ഇൻറ്റു യു ഓഫ് n എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഹൗ ദ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഈസ് റെഡ്യൂസ്ഡ് ഇൻ റാഡിക്സ് ടു f(t) അൽഗോരിതം. ഇത് കംപ്ലീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഒരു 5 മാർക്കിന് വേണ്ട കൺസെപ്റ്റ് മാത്രം ഇതിൽ ആഡ് ചെയ്താൽ മതി. സോ ദെൻ എങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെ നമുക്ക് റാഡിക്സ് ടു f(t) അൽഗോരിതം യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം f(t) അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ DFT യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് കെ, DFTയുടെ ഇക്വേഷൻ ആയിരുന്നു എക്സ് ഓഫ് കെ ഈക്വൽ ടു summation n 0 to n-1 x of n e raised to -j 2π nk/n. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മളിവിടെ എക്സ് ഓഫ് കെ എഴുതി. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് നമുക്കറിയാം കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയൊക്കെ നടക്കുന്നത് കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. അപ്പം n നമ്പർ ഓഫ് കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. n-1 കോംപ്ലെക്സ് അഡീഷൻസും നമ്മളൊരു DFT ചെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. ഒരു n പോയിൻറ്റ് DFT, ഇപ്പോൾ n എന്ന് പറയുന്നത് ഒരു 8 പോയിൻറ്റ് DFT ഒക്കെ ആണെങ്കിൽ എന്ത് നടക്കും? അവിടെ മൾട്ടിപ്ലിക്കേഷൻസും അഡീഷൻസും ഒരുപാട് വരും, കോംപ്ലെക്സ് ആവും. പക്ഷെ നമ്മൾ FFT ചെയ്യുന്ന സമയത്ത്, റാഡിക്സ് ടു FFT ചെയ്യുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. DFT എന്ന് പറയുമ്പം അവിടെ n നമ്പർ ഓഫ് കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻസ് നടക്കുന്നു. ഇവിടെ നമ്മൾ കാണിച്ചു ഇതിനകത്ത് n നമ്പർ ഓഫ് കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻസ് നടക്കുന്നു, n-1 കോംപ്ലെക്സ് അഡീഷൻസും നടക്കുന്നുണ്ട്. n-ഉം n-1 വരുന്നുണ്ട്. ദെൻ നമുക്കിനി റാഡിക്സ് ടു FFT നോക്കാം. റാഡിക്സ് ടു FFT ആവുന്ന കേസിലോ, റാഡിക്സ് ടു FFT ആവുന്ന കേസിൽ n-ന് നമ്മൾ 2 റേസ് ടു m എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റേസ് ടു m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സ്മോൾ m എന്ന് പറഞ്ഞാൽ എന്താണിത്? log n ടു ബേസ് 2 ആണ്. ഇനി ഇവിടെ നമ്മൾ റാഡിക്സ് ടു FFT അൽഗോരിതത്തിനകത്ത് ബട്ടർഫ്ലൈസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നത്. അപ്പം ഓരോ ബട്ടർഫ്ലൈൻ്റെ അകത്തും ഒരു കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷനും 2 കോംപ്ലെക്സ് അഡീഷൻസുമാണ് നടക്കുന്നത്. ബട്ടർഫ്ലൈ ഡയഗ്രാം നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട്. ഒരു ബട്ടർഫ്ലൈക്കകത്ത് തന്നെ 1 കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷനും 2 കോംപ്ലെക്സ് അഡീഷൻസുമാണ് നടക്കുന്നത്. ഓരോന്നിനകത്തും
n/2 ബട്ടർഫ്ലൈസ്, ഓരോ സ്റ്റേജിലും n/2 ബട്ടർഫ്ലൈസ് നടക്കുന്നുണ്ട്. അപ്പം ഓരോ സ്റ്റേജിലും n/2 കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസും n കോംപ്ലക്സ് അഡീഷൻസും വരുന്നുണ്ട്. അപ്പം DFT ഇൻവോൾവ്സ് m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആണെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ഫോർ m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ് FFTക്കകത്ത് വരുന്നത്. അപ്പം m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, m ഇൻറ്റു n/2 എടുക്കുക. m ഇൻറ്റു n/2, എമ്മിൻ്റെ വാല്യൂ എന്താണ്, log n ടു ബേസ് 2 ഇൻറ്റു n/2. അപ്പോൾ n/2 log n ടു ബേസ് 2 കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. അവിടെ അഡീഷൻസോ n log n ടു ബേസ് 2. ഇത് നമ്മുടെ DFT ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ചെറുതാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നോക്കിയേ, ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ആവുന്ന കേസിൽ നമ്മുടെ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം n², കോംപ്ലക്സ് അഡീഷൻസ് എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ആണ് വരുന്നത്. FFT ആവുന്ന കേസിൽ അതെന്ത് വരും, n log n ടു ബേസ് 2ഉം കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം n/2 log n ടു ബേസ് 2 ആണ് വരുന്നത്. സോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ n = 8 ആവുന്ന കേസ് നോക്കുക. n = 8 ആവുന്ന കേസിലെ കോംപ്ലക്സ് അഡീഷൻസ് എന്ത് വരും, 8 × 8 - 1 56 കിട്ടും. കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് 8² 64 കിട്ടി. പക്ഷെ നമുക്ക് നോക്കിയേ, കോംപ്ലക്സ് അഡീഷൻ എന്ന് പറയുമ്പം 24 ആണ് വരുന്നത്. കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ വെച്ച് അതൊന്നങ്ങ് എഴുതിയാൽ മതി. അപ്പം എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ഇൻ n point DFT x of k = summation n 0 to n-1 x of n e⁻j 2π nk/n. ദെൻ ഒരു x of kയുടെ വാല്യൂക്കകത്ത് എത്ര കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസും കോംപ്ലക്സ് അഡീഷൻസും വരുന്നുണ്ടത് ഈ സ്റ്റെപ്പ് വരെ നമുക്ക് ക്ലിയർ ആവും. കെയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നുണ്ട്, 0 to n-1 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു x of kയുടെ അകത്ത് കെയുടെ വാല്യൂ ഒരെണ്ണാവുന്ന സമയത്ത് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് n എന്ന് പറഞ്ഞു, n-1 കോംപ്ലക്സ് അഡീഷൻസ് എന്ന് പറഞ്ഞു. ഇനി ഈ x of k സീക്വൻസിനകത്ത് n കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്, n കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. സോ n × n = n² കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസും n × n-1 = n × n-1 കോംപ്ലക്സ് അഡീഷൻസും വരുന്നുണ്ട്. അപ്പം ഇൻ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് n point DFT ടോട്ടൽ നമ്പർ ഓഫ് കോംപ്ലക്സ് അഡീഷൻസ് ആർ n × n-1 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ആർ n². ദെൻ ഇൻ റാഡിക്സ് ടു FFT ആണെന്നുണ്ടെങ്കിലോ, ഇൻ റാഡിക്സ് ടു FFT n = 2m. m is the number of stages of computation where m = log n to base 2. Then number of calculations in one butterfly എന്ന് പറയുന്നത് 1 number of complex multiplication and 2 number of complex additions. ഇനി ഓരോ സ്റ്റേജിലും നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് എത്ര വരുന്ന പറഞ്ഞത്, ഓരോ സ്റ്റേജിലും n/2 ബട്ടർഫ്ലൈസ് വരുന്നുണ്ട്. സോ നമുക്ക് ഓരോ സ്റ്റേജിലും n/2 കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് n കോംപ്ലക്സ് അഡീഷൻസും വരുന്നുണ്ട്. ദെൻ n point DFT ഇൻവോൾവ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് വരുന്നുണ്ട്. സോ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ഫോർ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, m × n/2 എന്ന് പറഞ്ഞാൽ n/2 log n to base 2. ദെൻ ഇത്രയും എഴുതാം. ദെൻ നമുക്ക് അടുത്തത് വേണ്ടത് ഒരു എക്സാമ്പിളും കൂടെ. ഫോർ n = 8 നമ്പർ ഓഫ് കോംപ്ലക്സ് അഡീഷൻ എന്ന് പറയുമ്പം n × n-1 = 56, നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 64. ബട്ട് ഇൻ റാഡിക്സ് ടു FFT കോംപ്ലക്സ് അഡീഷൻസ് നമ്പർ 24 കിട്ടുന്നുണ്ട് ആൻഡ് നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ആർ 12. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാഡിക്സ് ടു FFT യൂസ് ചെയ്തിട്ട് അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വരുന്നത്.